ലിഫി സൗണ്ട് FM 96.4 ബൈ കേരള ഹൗസ്. നമസ്കാരം. അപ്പോൾ ഈ റോസ് എന്ന് വിളിക്കണോ അതോ അമല എന്ന് വിളിക്കണോ? ഏതാണ്? റോസ് എന്ന് വിളിച്ചാൽ മതി. റോസ്. തീർച്ചയായും ഞാൻ റോസ് എന്ന് വിളിക്കുള്ളൂ. കാരണം എന്നറിയോ, ഇന്ന് February 15. അപ്പോൾ ഇന്നലത്തെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. February 14th. അപ്പോൾ റോസിന്റെ കയ്യിൽ നിന്നും തന്നെ ഒരു റോസ് എടുത്ത് അത് അങ്ങോട്ട് കയ്യിൽ തന്നെ പിടിച്ചോളൂ. അപ്പോൾ റോസ്. അപ്പോൾ വാലന്റൈൻസിനെ കുറിച്ചൊരു ചെറിയൊരു 1-2 കാര്യങ്ങൾ പറയാമോ? എന്താണ് എൻ്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യം? സെയിൻറ്റ് വാലന്റൈൻ്റെ ദിവസമാണ് നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പണ്ട് കാലത്ത് ഒരിക്കൽ ക്ലോഡിയസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു, റോം ഭരിച്ചിരുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ആർമി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പേരെ ആർമിയിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ആർക്കും തന്നെ ആർമിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം അവിടെ വിവാഹങ്ങൾ നിരോധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രീസ്റ്റ്, വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് അവിടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹം, ഈ ക്ലോഡിയസ് രാജാവ് ഇതൊക്കെ അറിഞ്ഞ് അദ്ദേഹത്തെ തടങ്കലിലടച്ചു, അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അങ്ങനെ ഇദ്ദേഹം തടവറയിൽ കിടക്കുന്ന സമയത്ത് ജൂലി എന്നൊരു പെൺകുട്ടി അവിടെ വരുമായിരുന്നു. ഈ തടവറ സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തിയുടെ മകളായിരുന്നു അവര്. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയും, അതായത് ഇവൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാനൊക്കെ ഈ വാലന്റൈൻ ഒരുപാട് ശ്രദ്ധ കാണിച്ചിരുന്നു. അങ്ങനെ ഇവർ ഒരുപാട് നല്ല കൂട്ടായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പുള്ള ദിവസം അദ്ദേഹം ഈ വാലന്റൈൻ ഈ ജൂലി എന്ന പെൺകുട്ടിക്ക് ഒരു നോട്ട് എഴുതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഫ്രം യുവർ വാലന്റൈൻ, ജസ്റ്റ് സിമ്പിൾ നോട്ട്. അപ്പോൾ ഈ വാലന്റൈൻ്റെ ഈ നോട്ടാണ് ഇന്നും ഒരുപാട് എല്ലാവരും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം. ഇപ്പൊ എല്ലാവരും നമ്മൾ ഒരു കാർഡ് എഴുതുവാണെങ്കിൽ, വാലന്റൈൻസ് ഡേ കാർഡ് എഴുതുവാണെങ്കിൽ ഫ്രം യുവർ വാലന്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അതാണ് ഇതിന്റെ കഥ എന്ന് ഞാൻ കേട്ടിരിക്കുന്ന കഥ. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്നേഹിക്കുന്നവരെന്ന് പറയുന്ന നമ്മുടെ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, അവരുടെ എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഒരു ദിവസമായിട്ടാണ് വാലന്റൈൻസ് ഡേ നമ്മൾ കാണുന്നത്. അത് ലവേഴ്സ് അടിച്ച് മാറ്റിയതാണ് ഈ വാലന്റൈൻസ് ഡേ ഇത്ര പോപ്പുലർ ആവാൻ കാരണം. പക്ഷേ സ്നേഹിക്കുന്നവർ തമ്മിൽ അവർക്ക് വേണ്ടി ഒരു ദിവസം, ആർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. തീർച്ചയായും. റോസേ, പ്രേമിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. പ്രണയിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് തോന്നുന്നു. എല്ലാവരും തന്നെ ഇല്ല. എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടാവും. കോളേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങി പ്രണയിച്ച് കല്യാണത്തിൽ വരെത്തിയ ആൾക്കാരറിയാം. പക്ഷേ ഒരു 29-30 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ലവ് മാരേജ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആരും തന്നെ സമ്മതിക്കില്ലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. നമുക്ക് ആ ഒരു അനുഭവം കേട്ടല്ലോ, നമുക്ക് കണ്ടുനോക്കാം. നമ്മുടെ ഒപ്പം ഇപ്പോൾ രാജൻ ചേട്ടനും മോനി ചേച്ചിയുണ്ട്. നമുക്ക് അവരുടെ വിവാഹ സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 29 വർഷം കഴിഞ്ഞു. 29 വർഷം കഴിഞ്ഞു. അപ്പോൾ 30-ാം വർഷത്തിലേക്ക് കടന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന, അതായത് 29 വർഷം മുമ്പുണ്ടായിരുന്ന വിവാഹവും ഇപ്പോൾ നടക്കുന്ന വിവാഹം തമ്മിൽ ഒത്തിരി അന്തരം ഉണ്ടാകുമ്പോൾ, കാലം മാറിയതിനനുസരിച്ചുള്ള ഒത്തിരി അന്തരമുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്? അത് പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ കല്യാണങ്ങളും ഇപ്പോഴത്തെ കല്യാണമായിട്ട് പറയുമ്പം പണ്ട് ഒരു 75-80 അല്ലെ 85% അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ബാക്കി ഒരു ലവ് മാരേജിന് ഉണ്ടായിരുന്നുള്ളൂ, സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. ആ ലവ് മാരേജ് ആണെങ്കിൽ പോലും അതൊരു ലവ് മാരേജ് ആണ് അല്ലെങ്കിൽ അവർ തമ്മിൽ പരിചയപ്പെട്ടതാണെന്ന് പറയാനായിട്ട് ചില കുടുംബങ്ങളിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതെന്തോ ഒരു എന്നാ പറയുന്നത്, സൊസൈറ്റിയിൽ അവർക്കുള്ള ഒരു എന്നാ പറയുന്ന പേരിന് കുറവ് വരും, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ഇന്നത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. ഇന്ന് ഒരു 75%
പൂർണ്ണമായും നല്ലപോലെ അറിയാവുന്ന രീതിയിലുള്ള കല്യാണം നേരെ തിരിഞ്ഞു. ബാക്കി 25% ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് വരുന്നുള്ളൂ. ആ 75% തന്നെ 50% നമ്മൾക്ക് വേണേൽ പറയാം ശരിക്കും, അതായത് പിന്നെ ചെറുക്കനും പെണ്ണും തമ്മിൽ അല്ലെങ്കിൽ പിള്ളേർ തമ്മിലാണ് പരിചയപ്പെട്ടതോ അവർ തമ്മിലുള്ള ഒരു ഇതിലുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ലവ് മാരേജ് എന്ന് വേണേൽ പറയാം. ബാക്കി ഒരു 25% മാതാപിതാക്കൾ കണ്ടെത്തിയതാണെങ്കിൽ കൂടി അവർക്ക് പരിചയപ്പെടാൻ നല്ല സമയം കൊടുത്ത് കുടുംബങ്ങളും തമ്മിൽ പരിചയപ്പെട്ട് പിള്ളേരും തമ്മിൽ പരിചയപ്പെട്ട് അങ്ങനെ ഒരു കഴിഞ്ഞ് ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു രീതി. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് അന്നത്തെ ആഡംബരത്തിൻ്റെ പണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയധികം ആഡംബരമില്ലായിരുന്നു. പക്ഷെ ഇന്ന് വിവാഹം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആഡംബരം തന്നെയാണ് അല്ലേ. അത് സാമ്പത്തികമായ ഭദ്രത ഉള്ളവരാണേലും ഇല്ലാത്തവരാണേലും ആഡംബരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും ഇന്നവര് കാണിക്കാറില്ല. വിവാഹത്തിന്റെ രീതിയെ മാറിപ്പോയി. അപ്പോ ചേട്ടൻ 29 വർഷം മുമ്പ് ആ ദിവസം ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ കാര്യത്തില് ഈ പൂർണ്ണമായിട്ട് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എങ്ങനെയാണ് അത്? ഞാനും എൻ്റെ ബ്രദറും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഈ ആലോചന വരുന്നതിന് മുമ്പ് ഞാൻ ബോംബെയിലെ ബാങ്കിൽ ജോലിയായിരുന്നു. അപ്പം മോന് അവിടെ സൗദിയിൽ ജോലിയായിരുന്നു. തിരിച്ച് സൗദിയിലേക്ക് പോകുന്ന സമയത്ത് ബോംബെയിൽ 2 എയർപോർട്ടുണ്ട്. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്ന ഒരു ചുമതല എന്നെയായിരുന്നു. അവിടെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് അവിടുന്ന് റിസീവ് ചെയ്തിട്ട് മറ്റേ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ചുമതല ഏൽപ്പിച്ചു. അത്തരത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ച് നമുക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അതിന് നമുക്ക് പിന്നീട് ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും പ്രണയം ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 2 പേർക്ക് ഉള്ളിൽ വെളിപ്പെടുത്താത്ത പ്രണയം ഉണ്ടായിരുന്നു. വെളിപ്പെടുത്താൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയത്. പക്ഷേ പ്രിൻസ് അന്നെന്ന് പറയുന്നത് ഫോണിന്റെ വ്യത്യാസം ഒരു പരിമിതി ഉണ്ടായിരുന്നല്ലോ അന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് വീടുകളിൽ എത്ര വീടുകളിലുണ്ടായിരുന്നു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ലാൻഡ് ലൈൻ ഫോണുകൾ ഇല്ലായിരുന്നു. പിന്നെ ഒരു ലാൻഡ് ലൈൻ നമ്പർ കിട്ടണ എന്ത് പാടായിരുന്നു. അത് റിസർവേഷൻ കോട്ട അങ്ങനെയൊക്കെയുള്ള. ഇപ്പൊ ഒരു ഫോണിനായിട്ടുള്ള ഒരു ഇതില്ല. പിന്നെ ആകെ ഉള്ളതെന്ന് പറയുന്നത് ലെറ്റേഴ്സ് മാത്രമാണ്. ലെറ്റർ നമ്മൾക്ക് അയക്കുന്നത്. പക്ഷെ പിന്നീട് രാജൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലെറ്റർ എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ലെറ്റർ അയച്ചിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ റിസീവ് ചെയ്തിട്ടില്ല. സൂചന കൊടുത്തോണ്ട് അതല്ല, ഒരു കത്ത് അയച്ചുള്ളൂ. ഞങ്ങൾ ആദ്യം കണ്ടതിന് ശേഷം ഒരു കത്ത് അയച്ചു. എനിക്ക് ഇഷ്ടമെന്നുള്ള രീതിയിൽ വെറും സൂചന മാത്രം നൽകിക്കൊണ്ട് ഒരു കത്ത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ കത്ത് മോനിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് എവിടെയോ എനിക്കൊന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ പ്രണയം അത്തരത്തില് പൂവിടേണ്ട ഒരു പ്രണയം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. പക്ഷെ 2 കുടുംബങ്ങൾ നേരത്തെ അറിയാമെന്ന് പറഞ്ഞാല് മെയിനായിട്ട് എന്റെ ബ്രദറിന്റെ ഇവർ ഒരുമിച്ച് പഠിച്ചു തരുന്നതാണല്ലോ. അപ്പൊ ഇതിനകത്ത് വേറൊരു സുഹൃത്തുണ്ടായിരുന്നു, മാത്യു ജെ മുട്ട എന്ന് പറയുന്നത്. പുള്ളി ഇപ്പം മന്നാനം കെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ്. ഇവര് 3 പേരും വലിയ സുഹൃത്തുക്കളാണ്. അപ്പം ഒരിക്കലും പിന്നെ ഈ മുട്ടം സാറിന് പുള്ളിയായിട്ട് ഞങ്ങൾക്ക് വേറൊരു ബന്ധവും കൊണ്ടുണ്ട്. എന്റെ ഫസ്റ്റ് കസിനെയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു പ്രണയവിവാഹമായിരുന്നു. അപ്പൊ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ നല്ല കത്തിടപാടുകളുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പുള്ളി ഒരു കല്യാണാലോചന എന്ന രീതിയിൽ അതിനെ എനിക്ക് ആലോചിച്ചു. എന്നിട്ട് പുള്ളി അത് വെട്ടിയിട്ടിരുന്നു ആ ഭാഗം ലെറ്ററിൽ. പക്ഷെ ഞാനിക്കത് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഞാൻ പെണ്ണ് കണ്ടപ്പോഴൊക്കെ എനിക്ക് ചില ഒരു എന്നെ ഇഷ്ടക്കുറവൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത്തരത്തിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷെ പിന്നെ ഈ മാത്യു ജയമുണ്ടോ എന്ന് പറയുന്ന പ്രൊഫസർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുതായിട്ട് ഓക്കെ. പക്ഷെ എനിക്ക് അന്നൊരിതുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഡൽഹിയിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് രാജൻ ബോംബെ ജോലി ചെയ്തിരുന്ന ബാങ്ക് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, MT വാസുദേവൻ സാറിൻ്റെ കഥകളും സാറിൻ്റെ സിനിമകളും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നാടിനോടൊരു ഇഷ്ടം. പിന്നെ തിരിച്ച് നാട്ടിൽ പോകണം. അങ്ങനെ അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലിയുള്ള ആരെയും എനിക്ക് കല്യാണം കഴിക്കണം താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിദേശത്ത് ജോലിയുള്ളവരെ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് നാട്ടിൽ ജോലിയുള്ള ഒരാളെ ഒരു കുഴപ്പമില്ല, ആ ജോലി കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒരു കല്യാണം വന്നപ്പോഴാണ്. പിന്നെ പരിചയമുള്ളവരാണ്
അപ്പം എൻ്റെ ബ്രദറിന് അറിയാവുന്ന ആളാണ്. അങ്ങനെയൊന്നും ഇപ്പം എനിക്കതിനകത്തൊരു താല്പര്യക്കുറവില്ല ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, നമ്മളൊരു ബ്രദറിൻ്റെ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു രാജ്യം തിരിച്ച് അങ്ങനെ അതുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ സഹോദരികൾ എങ്ങനെയാണ് അങ്ങനെ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രണ്ടുപേരുടെയും ഈ താല്പര്യങ്ങൾക്ക് ഒരു ചേർച്ചയുണ്ടായിരുന്നു. എനിക്കും തിരിച്ച് ഈ ബോംബെയിലെ ജീവിതം അടുത്തിട്ട് തിരിച്ച് നാട്ടിൽ പോകണം. സത്യം പറഞ്ഞാൽ ഈ ബോംബെയിലുള്ള ഒരു പെണ്ണുമായിട്ടൊരു കല്യാണം അതുപോലെ ആലോചന ഇങ്ങനെ ഏകദേശമൊക്കെ ഒരു ഉറപ്പിച്ചു വരുന്ന സമയത്താണ് ഈ കടന്നുകയറ്റം. കാരണം മുമ്പൊരിക്കലെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയം എന്ന് പറഞ്ഞതിന്റെ പിന്നെ രണ്ടാമതൊരു തിരിച്ചു വരവായിരുന്നു. എത്ര നാൾ കഴിഞ്ഞിട്ടായിരുന്നു അത്? അത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ നടന്നത്. അപ്പം തിരിച്ച് എനിക്ക് പറഞ്ഞ പോലെ തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ബോംബെയിൽ നിന്ന്. അങ്ങനെ വന്നപ്പോൾ രണ്ടുപേർക്കും നാട് എന്നുള്ളൊരു ചിന്ത വന്നു. ബോംബെയിലാണെങ്കിൽ പോലും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം, അവിടെ ട്രാൻസ്ഫർ വാങ്ങി പോയി അവിടെ ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു താല്പര്യം വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ പ്രധാനമായിട്ട് നമ്മുടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയുടെ ആ ഒരു അഭാവം അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ആ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ബോംബെയിൽ നിന്ന് തിരിച്ച് എനിക്ക് പറഞ്ഞല്ലോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നാട്ടിലേക്ക് എന്നെ ഫ്ലൈറ്റ് കയറ്റി വിടാനായിട്ട് പിന്നെ രാജിന് ഒരു സുഹൃത്തും കൂടെ വന്നിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും വലിയ സുഹൃത്തുക്കളാണ്. അപ്പം പിന്നെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പം പക്ഷേ എനിക്കപ്പോൾ നാട്ടിൽ കല്യാണമൊക്കെ ആലോചിച്ച് കുറേ പത്രത്തിൽ പരസ്യം കൊടുക്കണം. അന്നത്തെ ഒരു മെയിൻ രീതി അതായിരുന്നല്ലോ, പത്രത്തിൽ പരസ്യം കൊടുത്തു. ഇപ്പോൾ കുറേ ആലോചനകൾ വന്ന് ഇത്രയും കിട്ട് ലെറ്ററുമായിട്ടാണ് എൻ്റെ ബ്രദർ എയർപോർട്ടിൽ വന്ന് തന്നെ വന്നത്. പക്ഷെ അന്നേരം എന്നെ തിരിച്ച് നാട്ടിൽ പക്ഷേ ഞങ്ങൾ തമ്മിൽ ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല പരസ്പരം തമ്മിൽ കണ്ടപ്പോൾ പോലും. പക്ഷേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ബ്രദറിനോടും പറഞ്ഞു, ഈ എൻ്റെ പ്രൊഫസർ ജെയിംസ് മണിയാണ്, SP കോളേജിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്ത സാറാണ്. അപ്പം മറ്റേ അവരോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞു രാജൻ്റെ കാര്യം ഇങ്ങനെ അന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ അവരങ്ങ് ഇടപെട്ട് അന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞ് തിരിച്ച് ബോംബെക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോട്ടയത്തെ മെയിൻ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ഫോൺ ചെയ്യാൻ നമുക്കൊരു കണക്ഷൻ പോലും കിട്ടുന്നില്ല. അന്ന് കണക്ഷൻ കിട്ടിയേ ഇല്ല. ട്രങ്കോൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലിരുന്ന് ഇവരറിയാം. കാരണം ഞാനൊരു ഷോർട്ട് പീരീഡിലേക്കാണ് ലീവിൽ വന്നിരിക്കുന്നത്. അത്തവണ കല്യാണവും നടക്കണം. പിന്നെ കല്യാണം അതിനെക്കുറിച്ച് അവർ സംസാരിച്ചു കഴിഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ പെണ്ണ് കാണാൻ ചടങ്ങ് രീതിയിൽ അങ്ങനെയൊന്നും ഇല്ല. അത് അമ്മച്ചിയും പിന്നെ എൻ്റെ അപ്പനാണെങ്കിൽ പോലും ഇതിനെതിരെ നിൽക്കില്ല. നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് പോകുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ പണ്ടേ എനിക്ക് ഈ പെണ്ണ് കാണുന്ന ചടങ്ങ് സ്ത്രീധനം ഇതിനോടൊക്കെ ഭയങ്കര എതിരുള്ള ആളായിരുന്നു. ഞാൻ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ എനിക്ക് ചായ ഒന്നുമായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പോയി നിൽക്കത്തുമില്ലായിരുന്നു. അങ്ങനെയൊന്നും എന്നെ കല്യാണത്തിന് മുമ്പ് അങ്ങനെ ചായ കുടിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല അല്ലേ? ഞാൻ ആർക്കും കൊടുത്തില്ല. അപ്പൊ അങ്ങനെ പെണ്ണുകാണൽ ചടങ്ങോ അല്ലെങ്കിൽ വേറൊരു ആളെ കാണാൻ പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഈ കല്യാണത്തിന് ശേഷമാണെങ്കിൽ പോലും ഞങ്ങളൊരു ഇത്ര ഈ 29 വർഷത്തിനിടയിൽ ഒരു 10 വർഷം ഞങ്ങൾ മാറി നിൽക്കുന്ന ഒരു ഇടവേളയുണ്ട്. ഏകദേശം 10 ഉണ്ട്. അതിനുശേഷം സൗദിയിൽ ഒരു 4 വർഷം, പിന്നെ 1 വർഷം മസ്കറ്റില്, പിന്നെ ഞാനൊരു 3 വർഷം ട്രാൻസ്ഫർ വാങ്ങിയ പലയിടങ്ങളില്. അത് പക്ഷേ ഞങ്ങൾ ആഴ്ചയിൽ ഒന്ന് അപ്പൊ ഈ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പല മാർഗങ്ങളുണ്ട്. അതെ, നേരിട്ട് കണ്ട് സംസാരിക്കാം. ഇന്നത്തെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാല് അവരോട് നമുക്കൊരു ഇന്നത്തെ ഒരു ജനറേഷനോട് നല്ലതാണ്, സന്തോഷമാണ്. പക്ഷെ നമുക്ക് അത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് തീർച്ചയായിട്ടും. ഈ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ബോംബെയിൽ ജോലി ചെയ്തിരുന്ന കാലമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷം ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരാഴ്ചയിൽ ഒരു 4-5 കത്തെങ്കിലും സൗദിയിൽ നിന്ന് വരും ബാങ്കിലേക്ക്. ആഴ്ചയിൽ 4 നമുക്ക് അങ്ങനെ അവർ ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയുണ്ട്, ഒരു കോൺട്രാക്ട് ഉണ്ട്. ഒരു ദിവസം ഒരു കത്ത് അയച്ചിരിക്കണം. ഒരു വിശേഷം ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി പോസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബാങ്കിലെ 4-5 കത്തുകൾ ഓരോ ആഴ്ചയിലും വരുമ്പോഴത്തേക്ക് ഈ പോസ്റ്റ്മാനും പോസ്റ്റ് ഓഫീസിനും സംശയം. ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരിക്കൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എനിക്കൊരു വിളി വന്നു. അവർക്ക് എന്തോ സംശയം.
എനിക്ക് അവരുടെ മെയിൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇതിന്റെ വിസ്തീർണം കൊടുക്കേണ്ടി വന്നു. ശരി. അതെ, കാരണം ഈ ബോംബെയിൽ നമുക്ക് സ്ഥിരമായിട്ട് എയർമെയിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എന്താ മറ്റെന്തെങ്കിലും ഉണ്ടോ, അത് ദിവസം വരുന്ന ചിലപ്പം ഈ ഒരു കത്ത് ഒരു ദിവസം വന്നെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ 2-3 ഒരുമിച്ചായിരിക്കും വരുന്നത്. മുടങ്ങി കിടക്കുന്ന കത്തുകളെല്ലാം കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ ഇവർക്ക് തന്നെ സ്വാഭാവികമായിട്ട് സംശയം വരുമല്ലോ. സ്നേഹമാണ് അതിൻ്റെ ഉള്ളിലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അത് പ്രിൻസ് ആ ലെറ്ററുകളെല്ലാം ഉണ്ടല്ലോ, ഞങ്ങളന്ന് കൂടുതൽ പേപ്പറുകൾ എഴുതാൻ വേണ്ടി ഈ അന്നൊരു എന്നാ പറയുക തീരെ കനം കുറഞ്ഞ പേപ്പർ വളരെ അത്രയും പേപ്പറുകളായിരുന്നു. അത് എനിക്ക് അവിടുന്ന് സൗദിയിൽ അത് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ഞാൻ ഇവിടെ അത്രയും നല്ലത് നമ്മുടെ നാട്ടിൽ അന്നേരം അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് അവധിക്ക് വരുമ്പോൾ ലെറ്റർ കെട്ട് കണക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നുവെച്ചാൽ ഇതാകുമ്പോൾ കൂടുതൽ പേജ് എഴുതാം, ഒരു പേജിലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഇഷ്ടം പോലെ നമുക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നു. കുറേ ലെറ്റേഴ്സ് ഉണ്ട്. കുറേ ലെറ്റേഴ്സ് പറഞ്ഞാൽ കുറേ ഈ 4 വർഷത്തേത്. അത് ഞാൻ അവസാനം അവിടുന്ന് ഞാൻ 4 വർഷം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോഴത്തേക്കും ഞാൻ കാർഗോയിൽ അയച്ചു. കാർഗോയിൽ സാധനം വെച്ചിട്ട് ഇതെല്ലാം അയച്ചു. ഇതെല്ലാം അവിടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇല്ല. അതെടുത്ത് കളഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടിന് ഞങ്ങളൊരു 2000 വീടൊന്ന് വേറെ പെയിന്റ് അടിക്കുക റിനോവേഷൻ ഇപ്പം മോളുടെ അതികുർബാനയായിട്ട് ബന്ധപ്പെട്ട അന്നേരം വായിച്ചാലോ അതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ എന്താ ഞങ്ങൾ അങ്ങ് കളഞ്ഞത്. അതുപോലെ തന്നെ അതുപോലെ കെട്ടുകണക്കിന് കാസറ്റ്സ് ഉണ്ടായിരുന്നു. അന്നത്തെ വേറൊരു ഇതായിരുന്നു ഈ നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് നാട്ടിൽ ആരെങ്കിലും പോകുന്നുണ്ടോ അല്ല നമ്മൾ കൊടുത്തു. അത് അന്നത്തെ രീതികളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ അന്നത്തെ. അപ്പൊ നിങ്ങൾ ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആയിരുന്നു ഈ ശബ്ദം റെക്കോർഡ് ചെയ്ത് സാധാരണ കത്തുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു കത്തെന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്സ് അന്നത്തെ ഒരു ഇത് വെച്ച് അന്നത്തെ ലെവലിൽ ഉണ്ടായിരുന്നതിൽ ഒരിച്ചിരി എന്താ പറയുന്നത് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വന്നുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിരുന്നു. ഈ ഇത്രയധികം പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇപ്പോഴും മനസ്സിലായി. നമുക്കിപ്പോൾ ഈ പുതിയ ഈ ന്യൂ ജനറേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ചും കണ്ടും നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒന്ന് വിലയിരുത്തുമ്പോഴത്തേക്ക് ഈ കുറെ കൂടി ആ പ്രണയത്തിന് കുറെ കൂടെ മധുരം ഉണ്ടായിരുന്ന അക്കാലത്തായിരുന്നു നമുക്ക് ഈ എഴുത്തിലൂടെ ആണെങ്കിൽ പോലും. ഈ എഴുത്തുകളെന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഇന്ന് സ്കൈപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റു പല മീഡിയകളിലൂടെ നമുക്ക് നേരിട്ട് പക്ഷെ ഈ കത്ത് എഴുതുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു അടുപ്പം, ഈ കത്തിലൂടെയുള്ള ഒരു അടുപ്പം ഈ ഇന്നത്തെ ഈ കുട്ടികൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മാവിൽ നിന്നും വന്ന് അത് കൈകളിലൂടെ എഴുതുക ഒരു പണിയാണ്. എഴുതുക എന്ന് പറയുന്നത് പിന്നെ ഭാഷ. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഭാഷ സാമാന്യം ഭേദമായിട്ടുണ്ടായതുകൊണ്ട് ഈ പ്രണയ ഈ ശരിക്കും ശേഷമായിരുന്നു ഈ കത്തിലൂടെ പ്രണയം തുടങ്ങിയത്. കാരണം നഷ്ടപ്പെട്ട പ്രണയമാണ്. മുമ്പേ ഈ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞ് അത് ഫലവത്തായിരുന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി പ്രണയ ലേഖനങ്ങളൊക്കെ എഴുതാനായിട്ട് സാധ്യതയുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് ഈ കത്തിലൂടെയുള്ള പ്രണയം. കാരണം കാണാതിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം ഉള്ള മാർഗം. പിന്നെ ഈ കുറെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട് നമുക്ക് ഈ വലിയ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് ഭാഷയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ കുട്ടികളെ ഇപ്പം ഏത് തരത്തിലുള്ള പ്രണയം അവര് സ്വീകരിക്കുന്നു അതിനേക്കാളൊക്കെ കുറെ കൂടി തമ്മിൽ ഉണ്ടായിരിക്കും. 30 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും അതെ ഇപ്പൊ ഫോൺ എടുക്കുക അത്രയും ഒരു എന്നാ പറയുന്നത് ടെൻഷൻ ഒന്ന് കാണാനുള്ള ആഗ്രഹമൊന്നും ഇല്ലല്ലോ. അവർക്ക് വേണേൽ സ്കൈപ്പ് എടുത്തു കണ്ടു ഏതെല്ലാം മാർഗത്തിൽ കൂടെ കാണാൻ പറ്റും. അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത അടുപ്പമുണ്ട് അതിന് കുറെ കൂടി ആഴമുണ്ടാവും. ഇപ്പോൾ ഫോൺ വന്നതിന് ശേഷവും ജോലി കിട്ടുന്ന ശമ്പളം മൊത്തം ഫോൺ വിളിച്ച് കളയാന്നുള്ള ഒരു പേരുദോഷമായിരുന്നു ഫോൺ വന്ന സമയത്ത്. കാരണം അന്നൊക്കെ ഒത്തിരി കാശ് ആവുമായിരുന്നല്ലോ. അപ്പോൾ 2 പേർ ഒത്തിരി ശമ്പളം കിട്ടുന്ന കാശ് മൊത്തം ഫോൺ വിളിച്ച് കളയുന്നു എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ നിന്ന് ഇങ്ങനെ ബഹളം പ്രശ്നങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലേ അത് അന്നത്തേന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഫോൺ പിന്നീട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ്ട് ഞാൻ വർക്കിലേക്കുള്ള ബോംബെ ബാങ്കിലേക്കായിരിക്കും ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലാൻഡിലില്ല ഓഫീസ് ടൈമിലല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒന്നത് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസയാണ് അവിടെ നിന്ന് അന്ന് വിളിക്കുന്നതിന് ഒരുപാട് പൈസയാണ്. അപ്പോൾ ഈ ഒരു 4 വർഷ പീരീഡിൽ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എന്നാ പറയുന്നത് ആ ഒരു വിഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഫുൾഫിൽ ആകണം.
അപ്പോൾ അതിന് നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് വേണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ മനസ്സിലിട്ടുണ്ടായിരുന്നു 2 കുടുംബങ്ങളിൽ നിന്നും ഒന്നും സ്വീകരിക്കത്തില്ല, നമുക്ക് തരാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അങ്ങനെയല്ല, വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കി, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കുള്ളതല്ല. പക്ഷെ അന്നത്തെ കാലത്ത് അത് ഭയങ്കര ഒരു ചലഞ്ചിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതെന്താ അങ്ങനെ ചലഞ്ചിങ് ആണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അന്ന് നമ്മളുടെ ജോലിയിൽ നമ്മൾ മിച്ചമെടുക്കുന്ന പൈസ കൊണ്ട് നമ്മുടെ സ്ഥലം വാങ്ങിക്കുക, വീട് വെക്കുക, ഈ കുടുംബത്തിന്റെ ഒരു ഭദ്രതയും കൂടി അന്നത്തെ ആ ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ നാളുകൾക്കുണ്ട്. ആ ഭദ്രമായിട്ടുള്ളൊരു കുടുംബം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം കൂടി ഭദ്രമാണ്. അപ്പം ഇതെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചില കഷ്ടപ്പാട്. ഈ പ്രണയം ഒരു വശത്ത് പോകുമ്പോഴാണെങ്കിൽ പോലും അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള കുടുംബ ഭദ്രതയും കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഉണ്ടാക്കി വെക്കുന്ന സമ്പത്ത് അവർക്ക് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോഴത്തെ കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ 2 കുടുംബങ്ങളും ഞങ്ങളുടേത് ഒരു ന്യൂക്ലിയർ ഫാമിലികളല്ലായിരുന്നു, 2 വലിയ കുടുംബങ്ങൾ തന്നെയാണ്. എൻ്റെ വീട്ടിൽ 6 സഹോദരങ്ങളാണ്, ഞങ്ങൾ 6 പേരാണ്. ഇവിടെ 8 പേരുണ്ടായിരുന്നു. ഞാൻ രാജനും അവിടുത്തെ മൂത്ത ഒരു 3ാമത്തെ ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് 2 കുടുംബങ്ങളിലും സപ്പോർട്ടും ചെയ്യുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഫോൺ ചെയ്ത് എന്താ പറയുന്നത്, അങ്ങ് ആഹ്ലാദിക്കാനോ അർവാദിക്കാനോ ഉള്ള ഒരു സാഹചര്യം. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഒരു എന്നാ പറയുന്നത്, ഫിനാൻഷ്യൽ ഒരു ബുദ്ധിമുട്ടും അതിനകത്ത് വരും. കിട്ടുന്ന പൈസ മുഴുവൻ നമ്മൾ ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എങ്ങോട്ടാ ഹണിമൂൺ പോയത്? അതും ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ 2 പേർക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി. ഇവർക്ക് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും പിന്നെ എന്നാ പറയുന്നത്, 2nd ക്ലാസ് AC-യിലെ അതിനുള്ള ലീവ് ഫെയർ കൺസെഷൻ നമുക്ക് 2 വർഷം കൂടുമ്പോഴത്തെ എല്ലാ വർഷവും നമുക്ക് പോവാം, നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാം. അത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് ഇന്ത്യയിൽ, ഡൽഹി അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. അതുപോലെയുള്ള മറ്റേ ഏർക്കാട് അങ്ങനെയുള്ള. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ തന്നെ ആയിരുന്നു, യാത്ര ഇഷ്ടമായപ്പെട്ടു. 1 വർഷത്തെ അവധിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു കുട്ടിയില്ല. അപ്പം മോളുണ്ടാവുന്ന 5 വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് ഈ ഓരോ അവധിക്ക് വരുന്ന 30 ദിവസം 35 ദിവസത്തേക്ക് നമ്മൾ 2 പേർക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ അകത്തുനിന്ന് 1.5 മാസം ഞങ്ങൾ ശരിക്കും ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അത് അതിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെയാണ്. മറ്റേ ഈ എന്നാ ഈ അത് ഏതാ റിസോർട്ട് നമ്മുടെ അത് നമ്മൾ ഓരോ വർഷം ട്രാവൽ ചെയ്യാൻ വേണ്ടി സ്റ്റെർലിംഗ് ഹോളിഡേ ടൈം ഷെയർ ഉണ്ട്. അടുത്ത 99 വർഷത്തേക്ക് ഇന്ത്യയിലുള്ള അവരുടെ റിസോർട്ടുകളിൽ വേണമെങ്കിൽ നമുക്ക് ഓരോ വർഷം 7 ദിവസം പോയി താമസിക്കാം. സാധാരണ നമുക്ക് ഇത് പോകാൻ സമയം കിട്ടാതെ ഞങ്ങളത് ഇത്തരത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ്. ഇപ്പം കുട്ടികൾ മോളുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കും, സിനിമയ്ക്ക് പോകും. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിച്ച് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരു 5 ചോദ്യം ചേട്ടനോടും 5 ചോദ്യം ചേച്ചിയോടും. ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. ഇത് കൂടുതൽ ലോജിക്കായിട്ട് ഇങ്ങനെ ഒത്തിരി ചിന്തിച്ച് പറയേണ്ടതെന്നുള്ളത് തമാശയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് ഉത്തരം പറയേണ്ടതല്ല. ചോദ്യത്തോടൊപ്പം തന്നെ അപ്പം തന്നെ എന്താണ് മറുപടി മനസ്സിൽ തോന്നുന്നത് അതങ്ങോട്ട് പറഞ്ഞേക്കാം, അത്രയേ ഉള്ളൂ. അതായത് ചേട്ടന് ചേച്ചിയിൽ ചേച്ചിനെ എന്താണ് ആകർഷിച്ചത് ആളെ കണ്ടപ്പോൾ പെട്ടെന്ന് വന്നത്? പെട്ടെന്ന് എനിക്ക് മുൻപേ അറിയാവുന്നതുകൊണ്ട് ഒരു കാര്യശേഷിയുള്ള പെണ്ണാണെന്ന് തോന്നിയിരുന്നു. ചേച്ചിക്ക് എന്താണ് തോന്നിയത്? എനിക്ക് അങ്ങനെ എന്നാ പറയുന്നത്, ആളൊരു പാവാന്ന് തോന്നിയിരുന്നു, കുഴപ്പക്കാരനല്ല. ഓക്കെ ചേട്ടനോട് തന്നെയാണ്. ചേട്ടന് ആദ്യമായിട്ട് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് എന്തായിരുന്നു ചേച്ചിയുടെ നിന്ന്? അത് ഈ ഓരോ അവധിക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ഈ സ്വർണ്ണത്തിനോട് താല്പര്യമുണ്ട്. ഈ ബ്രേസ്ലെറ്റ് ഒരു കളക്ഷൻ തന്നെയാണ്. ഓരോ അവധിക്ക് വരുമ്പോഴും ഓരോ ബ്രേസ്ലെറ്റ് കൊണ്ടുവരുന്നത്, ഈ ഓരോ പ്രാവശ്യം അത്തരത്തിലുള്ള ബ്രേസ്ലെറ്റ് ആണ് എൻ്റെ ഒരു സർപ്രൈസായിട്ട് ആദ്യമായിട്ട് കിട്ടിയല്ലേ. ഓക്കെ, ഇപ്പം നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ മണി സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ആരാ? അത് ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾ കൂടുതൽ ചിലവഴിക്കുകയും മറ്റേ ആൾ
സേവ് ചെയ്യുകയും ചെയ്യാറുണ്ട്? സംശയമില്ല, ഞാൻ തന്നെയാണ്. ചേച്ചി തന്നെ? രണ്ടും ചേച്ചി തന്നെയാണോ? ഏതാ സേവ് ചെയ്യുന്നതിനും താല്പര്യം കാണിക്കുന്ന ഞാൻ തന്നെയാണ്. മറ്റേ ചിലവഴിക്കാനും ഞാൻ തന്നെ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷെ സേവിങ്ങിന് ഇച്ചിരൂടെ താല്പര്യം കാണിക്കും. പക്ഷെ അതിന്റെ ഫിനാൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഏത് തരത്തിൽ സേവ് ചെയ്യണമെന്നതിനെ കുറിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചാണോ അക്കൗണ്ട്? അത് ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ എല്ലാം ഒരുമിച്ചാണ്. അപ്പൊ ആരെന്ത് എടുത്താൽ എങ്ങനെയൊക്കെ പോയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ സാധാരണ പെണ്ണുങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്തെടുക്കണേ, എന്തെന്നാ ഭക്ഷണം കഴിച്ചോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടോ ജോലിക്ക് പോകുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ. വെറുതെ കിന്നരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാം. അതായത് ഇപ്പോൾ ചേച്ചി ഡ്യൂട്ടിയിലായിരിക്കും, ചേട്ടൻ ഓഫുള്ള ദിവസം വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കും, ഇടയ്ക്ക് 1-2 പ്രാവശ്യമെങ്കിലും വിളിച്ചിരിക്കും. കാരണം നമ്മളെ എന്താ വെറുതെ വിളിക്കുന്നതല്ല, 1-2 പ്രാവശ്യം വിളിക്കും. അതെ, ഞാനും ബ്രേക്കിൽ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒത്തിരി നേരം ഇരിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് വിളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി? എനിക്ക് മഞ്ജു വാര്യർ. ഓക്കെ. അപ്പോൾ ഒത്തിരി നന്ദി ഈ 5 ചോദ്യങ്ങൾക്ക് മറുപടി വന്നതിന്. ഇടയ്ക്ക് അവിടെ നിന്ന് ചാടി പിടിച്ചു. ഇനി ചേച്ചിയോടാണ്. ചേട്ടന് സ്നേഹത്തോടു കൂടി അവസാനമായിട്ട് ഒരു പൂവ് കൊടുത്തത് എന്നാ? സ്നേഹത്തോടു കൂടി അവസാനമായിട്ട് പൂവ് കൊടുത്തോ? അല്ലെങ്കിൽ എന്തെങ്കിലും പൂവല്ല, എന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇത് കഴിഞ്ഞ ക്രിസ്മസിന് കൊടുത്തു, ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തു. അത് പിന്നെ ഗിഫ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും, ഒരിക്കലും എനിക്ക് ഗിഫ്റ്റ് ഇങ്ങോട്ട് തരത്തില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിലോട് പറയും ഗിഫ്റ്റ്, അത് പ്രിൻസിന്റെ ഞാനത് ചേട്ടനോട് തീർച്ചയായിട്ടും ഞാനത് യോജിക്കുന്നു. അതല്ലേ എനിക്കറിയാം, പ്രിൻസിന്റെ കാര്യം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെങ്കിലുണ്ടല്ലോ, എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ട് തന്നൊരു ഗിഫ്റ്റാണ്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ എന്നോട് ഒരു ഐഫോൺ തന്നതാണ്. അത് 2011 തന്നു. അത് മാത്രം അന്നത്തെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നൊരു ഗിഫ്റ്റാണ്. അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അത് ഞാൻ അതിപ്പം ഇങ്ങനെയുള്ള ഗിഫ്റ്റുകൾ കണ്ടറിഞ്ഞു കൊടുക്കുന്ന ഇതുപോലത്തെ ആവശ്യമുള്ള ഗിഫ്റ്റുകളാണല്ലോ ആവശ്യം. അപ്പൊ ആ ചോദ്യം എനിക്ക് തന്നെ തിരിച്ചിട്ട് കൊണ്ടു. എനിവേ, ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് കളറ്? ഫേവറേറ്റ് കളറ് എനിക്ക് ബ്ലാക്ക് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലെ കളറാണോ? അല്ല, ഡ്രസ്സിലെ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറോ? അങ്ങനെയില്ല, എനിക്കൊന്നും വൈറ്റ് ഇഷ്ടമാണ്, ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ആരാണ് നല്ല കുക്ക്? സംശയമില്ല, ചേച്ചി തന്നെയാണ്. ഓക്കെ. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അടി കൂടിയത് എന്തിനാ? അടി കൂടിയത് പിന്നെ കാണാറുണ്ട്. അതാദ്യമായിട്ട് ഞാൻ അവധിക്ക് വന്നപ്പോഴാണ്. മുറി എന്നെ ആലസ്യമായിട്ട് വലിച്ചു വാരിയിട്ടിരുന്നതിന് ഞാൻ അടി കൂടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും കൂടുന്നതാണ്, ഇത്രയും വർഷങ്ങളായിട്ട്. അതെനിക്ക് ഞാനതിന് ഇത്തിരി എക്സ്ട്രീമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊരു പക്ഷേ എൻ്റെ പ്രൊഫഷൻ്റെ ഒക്കെ കൂടെ ആവാം. എൻ്റെ ഒരു പ്രൊഫഷനിൽ ഇതിനകത്തൊരു പ്രത്യേകതയാണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു, നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കായിരുന്നു, MG യൂണിവേഴ്സിറ്റിയുടെ. ഇപ്പം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ പുതുപ്പള്ളി. പക്ഷെ അതെല്ലാ പുരുഷന്മാർക്ക് പൊതുവേ ഉള്ളൊരിതാണ്. അവരിൽ പുരുഷന്മാരിൽ എന്നാ പറയുന്ന ഒരു നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളവരെ തീരെ കുറച്ചേ കാണാനുള്ളൂ. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വഴക്കൊള്ളിക്കുന്നത്. പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ മൊത്തം പുരുഷന്മാരങ്ങനെ ആശയവെച്ച് പറയാനത് പറ്റില്ല. ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അല്ല പിന്നെ ആരാണ് ഇപ്പോൾ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും താമസം നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ
ഡ്രസ് ചെയ്യാനായിട്ട് സമയം എടുക്കുന്നവരാ? ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമല്ല. ഒരു പുരുഷനെയും സ്ത്രീയും കൂടെ കമ്പയർ ചെയ്ത് അങ്ങനെ ചോദിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അതിനകത്ത് എപ്പോഴും സ്ത്രീകളായിരിക്കും, അവർക്ക് തന്നെ സമയം കൂടുതൽ വേണം. എനിക്കൊരു നിർബന്ധം, ഏത് കാര്യത്തിന് നമ്മളൊരു സമയം പറഞ്ഞാൽ ആ സമയത്തിന് പോകണം എന്നുള്ള നിർബന്ധമാണ്. അതായത് മിക്കവാറും അതിവിടെ എന്നും വഴക്കുണ്ടായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അതെ അതെ, വീട്ടിലും ഇങ്ങനെ ഒരുങ്ങി തീരത്തില്ല. നമ്മൾ ഇപ്പോൾ 8:30 സ്ഥലത്ത് എല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊരു കാര്യം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും പോയി കുളിച്ചു, പാൻറ് ഇട്ടു അല്ലെ ഷർട്ട് ഇട്ടു, നിങ്ങൾ റെഡിയായി, ഞാൻ റെഡിയായി. പക്ഷേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് ചെയ്യാനുള്ളതുണ്ട്, ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ളതുണ്ട്, അത് വന്നു കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ കിച്ചണിലെ പല കാര്യങ്ങൾ നിങ്ങൾക്കിതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും ഞാനത് അതിലൊക്കെ വഴക്ക് പിടിച്ചിട്ട് അതൊക്കെ നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അന്യദേശത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെ വേലക്കാരൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. അത് കൈസഹായമുണ്ട്, എന്ത് കാര്യത്തിലും നമുക്ക് സഹായമുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്നെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ രീതിയിൽ, അത് നിന്റെ എന്നുള്ള രീതിയിലാണ്. ആ ഒരു റിലാക്സേഷൻ ഇവർക്ക് എപ്പോഴും ഉണ്ട്. പ്രിൻസിനും ഇല്ലേ? ഉണ്ട്, എനിക്കറിയാമല്ലോ ഉണ്ടെന്ന്. അപ്പോൾ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്കും വളരെ നന്ദി. ചേട്ടാ, ഇപ്പോൾ ഒരുപാട് പേര് പ്രണയിക്കുന്നവർ അകന്നിരിക്കുന്നവരുണ്ടാവും. അതായത് ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് രണ്ടുപേരും 2 സ്ഥലത്തായിട്ട് പിണങ്ങിയിരിക്കുന്നവരാണോ? അല്ല, രണ്ടുപേരും സ്ഥലങ്ങളിലായിട്ട് 2 സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്താലോ? പിന്നെ തീർച്ചയായും, ഇതാണ് അതിന് പറ്റിയ അവസരം. തീർച്ചയായിട്ടും. ഏത് പാട്ടാ കൊടുക്കാൻ പോകുന്നത്? നമുക്ക് ഇനിയെന്നും എന്ന ആൽബത്തിലെ എൻ ജയചന്ദ്രൻ സർ സംഗീതം നിർവഹിച്ച അരികിലില്ലെങ്കിലും എന്ന സോങ് നമുക്കായി ഇവിടെ പാടുന്നത് ലിൻസൺ തോമസ്. ഓക്കെ. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. അകലെയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. ഇനിയെന്നുമെന്നും നിൻ കരലാളനത്തിൻ്റെ മധുര സ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാർദ്ര സുന്ദരമാ ദിവസം. എവിടെയാണെങ്കിലും ഓർക്കുന്നു ഞാനെന്നും പ്രണയാർദ്ര സുന്ദരമാ ദിവസം. ഞാനും നീയും നമ്മുടെ സ്വപ്നവും തമ്മിലലിഞ്ഞൊരു നിറനിമിഷം. ഹൃദയങ്ങൾ പങ്കിട്ട ശുഭമുഹൂർത്തം. അരികിലില്ലെങ്കിലും
അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുരസ്പർശം. ഇനി വരില്ലെങ്കിലും കാണുന്നു ഞാൻ നിന്റെ തൂമന്ദഹാസത്തിൻ രാഗഭാവം. ഇനി വരില്ലെങ്കിലും കാണുന്നു ഞാൻ നിന്റെ തൂമന്ദഹാസത്തിൻ രാഗഭാവം. തൊട്ടും തൊടാതെയും എന്നുമെന്നിൽ പ്രേമഗന്ധം ചൊരിയും ലോലഭാവം. മകരന്ധം നിറയ്ക്കും വസന്തഭാവം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളനത്തിൻ്റെ മധുരസ്പർശം. അകലയാണെങ്കിലും കേൾക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയസ്പന്ദം. ഇനിയെന്നുമെന്നും നിൻ കരലാളനത്തിൻ്റെ മധുരസ്പർശം. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ. ഇപ്പം 29 വർഷം മുമ്പുള്ളവരുടെ ചേട്ടൻ്റെ ചേച്ചിയുടെ അനുഭവകഥ നമ്മൾ കേട്ടു. ഇപ്പോൾ ലവ് മാരേജ് മാത്രമല്ലല്ലോ, അറേഞ്ച്ഡ് മാരേജും ഇപ്പോഴും ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് കല്യാണം കഴിഞ്ഞ രഞ്ജിനി, ദീപു, അവരുടെ ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ദീപുവും രഞ്ജിനിയുണ്ട്. നമുക്ക് അവരുടെ വിവാഹ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ദീപു, രഞ്ജിനി. നിങ്ങളെങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അതായത് അറേഞ്ച്ഡ് മാരേജാണെന്നറിയാം, പക്ഷേ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ പെണ്ണ് കാണൽ ചടങ്ങ് തുടങ്ങി ജസ്റ്റ് ഒന്ന് കുറച്ച് വാക്കുകൾ. തീർച്ചയായിട്ടും ഇത് തുടങ്ങുന്ന ഒരു കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോകണം. ഓക്കെ, 2011 ഫാമിലി ആയിട്ടറിയാം. ഓക്കെ, ഒരു തവണ നാട്ടിൽ വന്നപ്പോൾ കണ്ടു. 2011 കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കല്യാണം അല്ലേ? 2014 കല്യാണം. 2014 കല്യാണം. അപ്പോൾ അത്ര സമയം ഒന്ന് സംസാരിക്കാനും കാണാൻ പറ്റിക്കാണോ? ഇല്ല അല്ലേ? കണ്ടിരുന്നു. നാട്ടില് ഇടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ കാണുമായിരുന്നു. പക്ഷെ അപ്പുറം നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ അധികം ആൾക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അല്ല, ദീപു അയർലൻഡിലായിരുന്നല്ലോ, ഞാൻ ന്യൂസിലൻഡിലായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ അവധിക്ക് വന്ന സമയത്ത് രണ്ടുപേരും കൂടി വർഷം പോകുമ്പോൾ ഒരുമിച്ച് ഓക്കെ കാണും. പിന്നെ വിവാഹ വിശേഷങ്ങൾ? ഒരു വർഷം ആകാറാവുന്നു. എന്നാണ്? ഏപ്രിൽ 28 ഒരു വർഷമാവും. നല്ല സംഭവങ്ങൾ തന്നെയാണ് തുടർച്ചയായിട്ട്. ദീപു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. വന്നു. പിന്നെ ജീവിതം സാധാരണ എങ്ങനെ മുന്നോട്ട് പോകുന്നു. അതെ, ജോലിയും കാര്യങ്ങളും, രണ്ടുപേരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ട് പോകുന്നു. അതിനിടയ്ക്കും സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, പക്ഷെ എന്നാലും ഒത്തിരി കുറച്ച് സമയം കിട്ടി നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അല്ലേ? 2.5 വർഷത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏപ്രിൽ 28 പരിപാടികൾ? എന്തെങ്കിലും ആസൂത്രണം നേരത്തെ ചെയ്തിട്ടുണ്ടോ? അതോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? അതിപ്പോൾ എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളത് അതിൻ്റെ ഒരു രൂപരേഖ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. രഞ്ജിനി, അത് കൂടാതെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്? ഉണ്ട്. ഞാൻ 2011-12 ആ ഒരു സമയത്ത് തുടങ്ങിയതാണ് മയൂര ഡാൻസ് സ്കൂൾ എന്നാണ് ഡാൻസ് സ്കൂളിൻ്റെ പേര്. ഇപ്പോൾ ബ്രെയിലാണ് പഠിപ്പിക്കുന്നത്. നേരത്തെ ടാലയിൽ ഉണ്ടായിരുന്നു,
സമയക്കുറവ് മൂലം നിർത്തേണ്ടി വന്നു. ഇപ്പം ബ്രെയിൽ എനിക്കൊരു പാഷൻ. ഓക്കെ ഓക്കെ. കുട്ടികൾ അപ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് ഈ സമയം ഇതിനെ ജോലിക്കും ഇതിനെല്ലാത്തിനും കൂടി സമയം കണ്ടെത്തുന്നത്? എനിക്ക് അവർ ക്ലാസ്സിൻ്റെ സമയം ഫിക്സ്ഡ് ആണ്. സാറ്റർഡേ എല്ലാ ശനിയാഴ്ചയും രാവിലെ 10 മണിക്ക് 10 തൊട്ട് 12 വരെ. അതെന്തായാലും ഫിക്സ്ഡ് ആയതുകൊണ്ട് ആകപ്പാടെ 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്. എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും അതിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാണ് പാഷൻ. അത് പാഷനാണ്, ശരിക്കും ഡാൻസ് ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ അതിന് സമയം നമ്മൾ കണ്ടെത്തും എങ്ങനെയായാലും അല്ലേ? ദീപുവിന് ഡാൻസ് ഇപ്പോൾ ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ? എനിക്ക് ഡാൻസ് കൊണ്ടുപോലെ ഇഷ്ടമാണ്. അധികം കളിക്കാറൊന്നുമില്ല, പിന്നെ കാണാറുണ്ട്. മ്യൂസിക്കും ഡാൻസും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പം അത് കൂടാതെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുടുംബക്കാർ മൊത്തം തന്നെ അഭിനേതാക്കളാണ്, ഡാൻസ് കളിക്കുന്നുണ്ട് അല്ലേ? ദീപുവിന് അങ്ങനെ ഏതെങ്കിലും കലാമേഖലയുമായിട്ട് കലാപരമായിട്ട് എന്തെങ്കിലും ഒന്നും അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ കൂട്ടുകാർ കൂട്ടത്തിൽ നേരത്തെ ഈ ന്യൂസിലൻഡിലായിരുന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഡാൻസ് കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. അവിടെ വെച്ചും ക്ലബിന് വേണ്ടി കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജോലിയും പഠിത്തമൊക്കെ ആയത് കാരണം വളരെ നല്ല തിരക്കുള്ള ഒരു ഇപ്പോഴാണ്. അപ്പോൾ ജീവിതം ഇങ്ങനെ എൻജോയ് ചെയ്ത് ബിസി ലൈഫായിട്ട് പോകുന്നു. ഓക്കെ. ഇനി നിങ്ങൾ കൂടെ 2 പേരോടും ഒരു 5 ചോദ്യം വെച്ചിട്ട് ചിലപ്പോൾ ആ ചോദ്യം 2 പേർക്കും ഷെയർ ചെയ്യാൻ. ചോദ്യം എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന മുഖമൊന്നും മാറൊന്നും വേണ്ട, ഒരു ഫണ്ണി ക്വസ്റ്റ്യനാണ്. അത് പെട്ടെന്ന് നമുക്ക് എന്താണ് മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൻസർ പറയാം. അല്ലാതെ ഇപ്പോൾ ആലോചിച്ച് ഇനിയിപ്പോൾ എന്ത് ചിന്തിക്കണം അല്ലെങ്കിൽ എന്ത് ചിന്തിച്ച് പറയണമെന്ന് അതൊന്നും വേണ്ട, ജസ്റ്റ് മനസ്സിൽ വരുന്നത് കോമൺ ആയിട്ടാണ് പറഞ്ഞത്. ദീപിന് ഇപ്പോൾ ഒരു 500 യൂറോ കിട്ടി. ഇപ്പോൾ അത് വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് വാങ്ങിക്കും? ഞാൻ സാധാരണ ചെയ്യുന്നത് രഞ്ജിനോട് തന്നെ ചോദിക്കുക, ഒരുമിച്ച് പോയി മേടിക്കാൻ. അല്ല, ഇത് ചോദിക്കാതെ ദീപു തന്നെ വാങ്ങിക്കണമെങ്കിൽ എന്തായിരിക്കും ദീപു വാങ്ങിക്കുക? ആവശ്യമുള്ള എന്താണോ അത് മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ മെയിൻലി ജ്വല്ലറി ആയിരിക്കും. ഓക്കെ, അതെന്തെങ്കിലും ഇഷ്ടമുണ്ട്. അത് പിന്നെ പെണ്ണുങ്ങളോട് പിന്നെ പറയണോ? കാരണം ജ്വല്ലറി എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും അതിന് പിന്നെ ഒരു കെട്ടിപ്പിടുത്തവും അതൊക്കെ ഉള്ളതാണ് തീർച്ചയായിട്ടും. പിന്നെ രഞ്ജിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ചോറ് തന്നെയാണ് ഇഷ്ടമാണ്. പിന്നെ ചപ്പാത്തി, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഒരുപാട് ഇഷ്ടം. അതൊന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ? ശരിക്കും ചോറല്ലേ ഇഷ്ടം? പിന്നെ തടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി കഴിക്കുന്ന ഒരു അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കൊള്ളാം. പിന്നെ രഞ്ജിനിയുടെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന സ്വഭാവം ഏതാ? അങ്ങനെ ഒന്നുമില്ല. ഉള്ളതിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ശരി, ഓക്കെ. രഞ്ജിനിയുടെ അടുത്ത 10 സുഹൃത്തുക്കളുടെ പേര്? അടുത്ത 10 സുഹൃത്തുക്കളുടെ പേര് ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ? രഞ്ജിനിയോട് ചോദിക്കാം. ദീപുവിൻ്റെ 10 സുഹൃത്തുക്കളുടെ പേര്. 10 പറയാനില്ലെങ്കിലും ഒരു 5 എണ്ണം നേർ പകുതി. രഞ്ജിത്ത്, വിഷ്ണു, ഈ പേരുകളാണ് കൂടുതലും കേൾക്കുന്നത്. എബി, പിന്നാരാ, ഇങ്ങനത്തെ ഈ പേരുകൾ കൂടുതൽ കേൾക്കുന്നതും സ്കൈപ്പ് കോൾസും എല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ 10 പേര് എണ്ണി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരും. കുഴപ്പമില്ല. ന്യൂസിലാൻഡിലുള്ള എല്ലാവരും തന്നെയും വലിയ ഫ്രണ്ട്സ് ആണ്. ഷോൺ ആയാലും അങ്കിൾ ആൻറ്റി, സുജ ആൻറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് വലിയ ഫ്രണ്ട്സ് ആണ്. എനിക്ക് അങ്ങനെ 10 എടുത്ത് പറയാനായിട്ട് ചിലപ്പോൾ പറ്റുന്നില്ല. അവിടെ ഉള്ള എല്ലാവരും തന്നെയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. നിങ്ങളിൽ ഏറ്റവും മെസ്സിസ്റ്റ് ആയിട്ടുള്ള ഈ എന്താ പറയുക, ഏറ്റവും വാരി വലിച്ചിങ്ങനെ സാധനങ്ങൾ ഇടുന്ന സ്വഭാവമുള്ളത് ആർക്കാണ്? എന്നോടാണോ? നിങ്ങളുടെ 2 പേരോടുള്ള ചോദ്യമാണ്, കാരണം ഇത് ഒറ്റയ്ക്ക് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്നും ഞാനായിരിക്കും ഭേദം. അതിപ്പോ എനിക്കൊന്നും എല്ലാ വീട്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും വീട്ടിലും വ്യത്യാസം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു. ഇനി രഞ്ജിനിയോടുള്ള ചോദ്യമാണ്. ഇത്രയും ചോദിച്ചാൽ എന്നോടല്ലായിരുന്നു? അല്ല, അതാണ് പറഞ്ഞത്, ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. രഞ്ജിനി,
ദീപുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഓരോ കുഞ്ഞു കാര്യത്തിൽ ഞാൻ പുറകെ നടക്കാറുണ്ട്. കാരണം ഇത്തിരി പുഷ് ചെയ്യേണ്ട ഒരു ആളാണ്. തന്നെ തോന്നി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെച്ചിരുന്ന് തന്നെ പുറകെ നടന്നിടന്ന് ചെയ്യാറുണ്ട്. കൺസേണും സ്നേഹവും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും. അല്ല, അത് തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരവും. ഞാൻ പ്രതീക്ഷ അത് തന്നെയാണ്. നിങ്ങളുടെ ഹണിമൂൺ എവിടെയായിരുന്നു? ഈ ഹണിമൂൺ എവിടെയായിരുന്നു? ഹണിമൂൺ പ്രോപ്പർ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ കല്യാണത്തിന് പോയത്, ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട് 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കല്യാണത്തിന്. പക്ഷെ ഞങ്ങളുടെ കല്യാണം ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ഫിക്സ് ചെയ്തിരിക്കുന്നത് കാരണം അതെനിക്ക് മാറ്റാനായിട്ട് എന്തായാലും പറ്റില്ലല്ലോ. അപ്പൊ ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് എനിക്ക് 15 ദിവസം മാത്രമേ അവധിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 15 ദിവസത്തിലാണ് നാട്ടിൽ പോയി കല്യാണവും എൻഗേജ്മെന്റ് കല്യാണം എല്ലാം കഴിഞ്ഞു വന്ന്. പിന്നെ അറിയാലോ, നാട്ടില് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകണം, അങ്ങനെ ഇങ്ങനെയെല്ലാം നടക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഞാനൊരു 2 മാസം കഴിഞ്ഞാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോ പിന്നെ ജോലിയുടെ ഇതായി. 2 മാസം എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞപ്പം ജോലിയായി. പിന്നെ അതിന്റെ തിരക്ക് എനിക്ക് കയറി കഴിയുന്ന ഉടനെ അങ്ങനെ അവധി കിട്ടത്തില്ല. അതിന്റെ ഇടയ്ക്കും സമയം കണ്ടെത്തി ഞങ്ങൾ അതിലേക്ക് പോകാറുണ്ട്. അയർലൻഡിൽ തന്നെ. എൻ്റെ ചോദ്യം അതല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഹണിമൂൺ പോകാതിരിക്കട്ടെ, ഇനി നിങ്ങൾക്കൊരു ഹണിമൂണിന് ഇപ്പോൾ വലിയൊരു പ്രൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ എവിടെ പോകാനാണ് താല്പര്യം? രഞ്ജിനി ന്യൂസിലാൻഡ്. അവിടെ എങ്ങനെയൊക്കെയാണ് നടന്നത്? ഏത് കോളേജും പരിസരവും താമസിച്ച സ്ഥലവും ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ കാണാനായിരിക്കും അല്ലേ? അല്ല, കാണാൻ താല്പര്യം. കാരണം എനിക്ക് തോന്നുന്നു ദീപൻ ഒരു പക്ഷേ അയർലൻഡിനെക്കാളും ഇപ്പോഴും മനസ്സ് തങ്ങി നിൽക്കുന്നത് ന്യൂസിലൻഡിലായിരിക്കും. കാരണം 10 വർഷം ഇടപെടായിരുന്നത് കൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാണാനും കേൾക്കാനായിട്ടും സ്വാഭാവികമായിട്ടും എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി ഒന്നിച്ച് പോകുന്ന ഒരു ഇതുപോലെ ഹണിമൂൺ എന്നുള്ള ഒരു രീതിയിൽ പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡ് തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് എല്ലാ ദിവസവും ഹണിമൂൺ തന്നെയാണ്. നിങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിക്ക് രഞ്ജിനി ദീപുവിന് കൊടുക്കുന്ന സമ്മാനം എന്തായിരിക്കും? ഒരു വർഷം തന്നെ നമുക്ക് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് 10 വർഷം അപ്പൊ എന്താണോ തോന്നുന്നത് അത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ 10 വർഷം മുന്നോട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നാളെ എന്ത് നടക്കും നമുക്കറിയാം. തീർച്ചയായിട്ടും. എങ്ങനെയാണ് വാലന്റൈൻസ് ഡേക്ക്, ഈ ഇന്നലെ ആയിരുന്നു വാലന്റൈൻസ് ഡേ, എങ്ങനെയാണ് ആ ലവ് എക്സ്പ്രസ് ചെയ്തത്? ഞങ്ങളൊരു ഡിന്നറിന് പോയി പുറത്ത്. കുറച്ച് സമയം ഒറ്റയ്ക്ക്. ഞാനിപ്പോൾ വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു സമയമാണ് എൻ്റെ. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ച് സമയം എടുത്ത് ഞങ്ങളുടെ ഒരു കൂടി ഡിന്നറിന് പോയി. കുറച്ച് സമയം ഒറ്റയ്ക്ക് പ്രൈവറ്റായിട്ട് നടന്നു, തിരിച്ചു വന്നു. അത് തന്നെയാണ് വാലന്റൈൻസ് ഡേ. ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ് ഒരുമിച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഇൻ്റർവ്യൂ തന്നതിന് രണ്ടുപേരോടും ഒത്തിരി നന്ദി. നമസ്കാരം. അപ്പോൾ അവിടെ ലവ് സോങ് ഏതായിരുന്നു? ഇതായിരുന്നു. Fingertips and now she makes me feel like I'll never be, and 'cause I never had love like this. Her eyes and that smile can make the young boys stay a while. I took a picture with my memory so I can fall asleep with you next to me all the time, like I'll never be, and 'cause I've never known love like this. And you are some kind of beautiful. Gotta take a chance running after somebody. Gotta take a chance running after somebody. And you
റോസ് ഇത് എവിടെയാണിത്? അയ്യോ ചേട്ടാ, എന്ത് സോങ് ആയിരുന്നു, ഒരു സിനിമ കണ്ടോലുണ്ട് ഇപ്പൊ. അപ്പൊ പ്രണയിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേമത്തിന് കണ്ണില്ലെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ചുറ്റുമുള്ളതൊന്നും സിനിമയിൽ പറയുന്ന പോലെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ രണ്ട് മതങ്ങളിൽ പെട്ട വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഒത്തിരി സ്വരശേർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഫാമിലീസ് തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഫാമിലിയിൽ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് ഒരു അഞ്ജു ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടീനെ പരിചയപ്പെടാനിടയായി. ഇവിടെ അയർലൻഡിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുള്ളിയെടുത്ത് നിർത്തി നാട്ടിലേക്ക് പോയി. അഞ്ജു ജോണിൻ്റെയും ലിജോ ദിവാകർ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അപ്പോൾ അവിടെ കല്യാണം ജനുവരി 11 കഴിഞ്ഞേ ഉള്ളൂ. അതെ, ഒന്നാവുന്നേ ഉള്ളൂ. അവളമതായി. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് അബുദാബിലേക്ക് പോയി. അതെ, അഞ്ജു നാട്ടിലുണ്ട്. അപ്പോൾ ഇവിടെ അഞ്ജു ഇവിടുന്ന് പോണേക്കാളും മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റേഡിയോയിൽ നിന്ന് ഈ ലിജോനെ വിളിച്ച് ഒന്ന് പറ്റിക്കണമെന്ന്. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കല്യാണം കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ലിജോനെ ഒന്ന് വിളിച്ചൊന്ന് പറ്റിച്ചാലോ? നല്ല ഐഡിയയാണ്. അപ്പോൾ അഞ്ജുവിനെ അറിയാം, രഞ്ജിനി രാജനെ അഞ്ജുവിന് അറിയാം, അവർ രണ്ടുപേർക്കും അറിയാം. അപ്പോൾ രഞ്ജിനി ഇവിടെ എത്തിയിട്ടുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. നമുക്കൊന്ന് രഞ്ജിനിയോട് വിളിക്കാൻ പറഞ്ഞാൽ. ഓക്കെ. രഞ്ജിനി, നമ്മുടെ അഞ്ജു ജോണിനെ അറിയാലോ അല്ലേ? അറിയാം. അഞ്ജു ജോൺ എവിടെയായിരുന്നു? ഇവിടെ അയർലൻഡില് കൗണ്ടി. അവള് കോർക്കിലായിരുന്നു. കോർക്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവള് ലിമറിക്കിലേക്ക് മാറിയായിരുന്നു. അതെ. അപ്പൊ അഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു? അഞ്ജുന്റെ കല്യാണം കഴിഞ്ഞു. ഈയിടെയാണ് കഴിഞ്ഞത് അവളുടെ കല്യാണം. ഓക്കെ. അപ്പൊ അഞ്ജു എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് അഞ്ജു ഇപ്പൊ നാട്ടിലാണ്, കേരളത്തിലാണ്. അഞ്ജുവിന്റെ ഹസ്ബൻഡ് ലിജോയ് ദിവാകരൻ, പുള്ളി അബുദാബിയാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി തിരിച്ചു പോയി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു പണിയാണ്. അതായത് നമ്മളോട് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ചാലോ? വിളിക്കാം. അഞ്ജുനെ രഞ്ജിനിക്ക് നേരത്തെ അറിയാം അല്ലേ? എനിക്ക് ഇവിടെ അയർലൻഡിലായിരുന്നപ്പോൾ അറിയായിരുന്നു. പരിചയമുണ്ട്. ഫോണിൽ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഫോണിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഉള്ള പരിചയമാണ്. അപ്പൊ എന്തായാലും രഞ്ജിനി തന്നെയായിരിക്കും വിളിക്കാൻ. ഞാൻ തന്നെ വിളിക്കാം. വിളിച്ചോ. ഹലോ, ലിജോ ആണോ? ഹായ് ലിജോ, എൻ്റെ പേര് രഞ്ജിനി എന്നാണ്. ഞാൻ അയർലൻഡിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ അഞ്ജുവിൻ്റെ ഫ്രണ്ടാണ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്തോ? എനിക്കങ്ങനെ എന്താ പറയുന്നത്, ഞങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അഞ്ജുൻ ഇവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് എനിക്ക് പരിചയം. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഫോണിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ കൊണ്ടുള്ള പരിചയമാണ്. എന്തോ? അല്ല, അഞ്ജു കോർക്കിലാണ്, ഞാൻ ഡബ്ലിനിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. പിന്നെ അഞ്ജു കല്യാണം കഴിഞ്ഞു പോയി, ഇവിടുന്ന് നിർത്തിപ്പോയി എന്നൊക്കെ ഞാൻ വേറെ ചിലർ പറഞ്ഞാണ് അറിഞ്ഞത്. ഞാൻ വിളിച്ചത് മറ്റൊന്നിനുമല്ല. അഞ്ജുനൊരു എന്താ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 2000 euro കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഫോണൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിളിക്കുമായിരുന്നു. എന്താ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ കമ്പനി തന്നെ ജോലിക്ക് നോക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു പരിചയം വെച്ചിട്ടായിരുന്നു. ഞാനും പെട്ടെന്ന് ഫ്രണ്ട്സ് ആകുന്നൊരു ടൈപ്പാണ്. ആ ഒരു പരിചയം വെച്ചിട്ടാണ് എന്നോട് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ ഉള്ള ആളാണ്, ഇങ്ങനെ നിങ്ങളുടെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. വളരെ അതിസാഹസികമായി കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തതാണ്. പിന്നീട് വിളിച്ചിട്ട് 1 മാസത്തിനകത്ത് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ അങ്ങോട്ട് വിളിച്ചുമില്ല. ഞാൻ തിരക്കായിപ്പോയി, ഞാൻ അങ്ങോട്ട് വിളിച്ചുമില്ല. ഇവിടുന്ന് നിർത്തിപ്പോയി എന്നും കല്യാണം കഴിഞ്ഞു എന്നും ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ കൂടാണ് ഞാൻ അറിയുന്നത് കല്യാണം കഴിഞ്ഞു എന്ന്. പിന്നെ നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ലൈക്ക് ചെയ്ത് കണ്ട് വേറെ ചെറിയ കോൺടാക്ട്സ്, എൻ്റെ തന്നെ കോൺടാക്ട്സ് വെച്ചിട്ടുമാണ് എനിക്കിപ്പോൾ നമ്പർ വരെ എത്തി നിൽക്കുന്നത്. എനിക്ക് അഞ്ജുനെ കോൺടാക്ട് ചെയ്തിട്ടോട്ട് കിട്ടുന്നുമില്ല. സോ എനിക്ക് 2000 euro ചുമ്മാ കണ്ണുടച്ച് കളയാനായിട്ട് പറ്റില്ല.
നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ടേക്ക് ഞാൻ നോട്ടെ. ഓക്കെ, താങ്ക് യു. എന്താണ്, അഞ്ജുവിൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പിണക്കമൊന്നും ഇല്ലയെന്ന് പറഞ്ഞേക്കൂ. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കള്ളത്തരം കാണിച്ചു പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കുകയും ചെയ്യാമായിരുന്നു. അതിന്റെ ആവശ്യം അവൾക്കില്ല. അത് എന്നോട് ചോദിച്ചാലും മതി. അത് അവൾക്ക് ഞാൻ അതിലും സെറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറയണ്ടായി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം. അല്ലേ, നഷ്ടം വരുന്നതിൻ്റെ അല്ലല്ലോ ഇത്. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ കൊടുത്തതാണ്. അത് ഇങ്ങനെ ഇവിടുന്ന് എനിക്കറിയാത്തൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് ഞങ്ങള് സ്ഥിരമായിട്ട് കോൺടാക്ട് ഡെയിലി 5-6 മണിക്കൂർ സംസാരിക്കാത്തതാണ്. എന്നോട് സ്ഥിരമായിട്ട് പറയാത്തൊരു കാര്യമാണ്. അതെനിക്കറിയില്ല, അത് നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് അവൾക്ക് അവള് ഒപ്പം ഞാനത് തരാം. ഓക്കെ, മതി, കുഴപ്പമില്ല. ഞാൻ ഒരു സെക്കൻഡ് എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിലൊന്ന് കൊടുക്കാം. പുള്ളിക്കാരന് സംസാരിക്കണമെന്നുണ്ട്. ഒരു സെക്കൻഡ്. ഹലോ ലിജോയ്. ലിജോയ്, അതിപ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കേക്കണ്ടേ? അതിപ്പോ എന്താ ഇപ്പൊ ചെയ്യണേ? എനിക്ക് ചെയ്യാനറിയാം. എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എന്റെ മൊബൈലിലേക്ക്, എന്റെ വാട്സപ്പിലേക്ക്, എന്റെ ഇതിലേക്ക് ഇട്ടാൽ ഞാനത് അനലൈസ് ചെയ്തോളാം. അപ്പൊ ഒത്തിരി താങ്ക്സ് കേട്ടോ ലിജോയ്. ഞങ്ങൾക്ക് ഇവിടെ കാശിന് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ വിളിച്ചതേ. അപ്പൊ വേറെ ഒന്നും തോന്നരുതിട്ടോ മോനെ, ഇതിപ്പോ കുറച്ച് കാശിന് അത്യാവശ്യം വന്നുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വിളിച്ചത്. മോന് വേറെ വിഷമം തോന്നരുതിട്ടാ. ശരി. ലിജോയ് ദിവാകരൻ, ഇത് അയർലൻഡിൽ നിന്നാണ് വിളിക്കുന്നത്. ലിഫി സൗണ്ട് FM 96.4 നിന്നാണ് വിളിക്കുന്നത്. അഞ്ജു ജോൺ ലിജോയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനു വേണ്ടി വിളിച്ചതാണ്. അല്ല, ഇത് വല്ല അഞ്ജു വല്ല സൂചിപ്പിച്ചായിരുന്നോ, അതോ ഇത് അഭിനയമായിരുന്നോ, അതോ റിയൽ ആയിരുന്നോ? അല്ല, നന്നായി. വാലന്റൈൻ സ്പെഷ്യൽ ആയിരുന്നു ലിജോയ്. ഈ എപ്പിസോഡ് തന്നെ വാലന്റൈൻ സ്പെഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രതീക്ഷ ഉത്തരം തന്നെയാണ് ലിജോയ് തന്നത്. അല്ല, ഞാൻ ഭയങ്കര ദേഷ്യം വന്നിരിക്കും. എനിക്ക് അങ്ങനെ അവളെ നോർമലി ഇങ്ങനെ പറയാം, നോർമലി ആൾക്കാർ എല്ലാം വെച്ചത് പോകുന്നൊരാളാണ്. ഇങ്ങനെ എനിക്ക് തോന്നി അവൾക്ക് കുറച്ച് എന്തെങ്കിലും ചത്രകളോ അറിയാണെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ അങ്ങനെ കൂടെ ചെയ്തത്. എനിവേസ്, പക്ഷെ എന്നെ കുറിച്ച് ചോദിച്ചാൽ മതി, എന്നെ അറിയാം അഞ്ജുന്. എനിവേസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ ബിലേറ്റഡ് ആണെങ്കിലും. അതെ, അപ്പോൾ ഒത്തിരി താങ്ക്സ് ലിജോയ്. ഇപ്പൊ ഞങ്ങൾ അഞ്ജുനെ നേരിട്ട് വിളിക്കുന്നുണ്ട്. അതെ, ഇത് ലൈവാണ്, ഇപ്പോ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ലിജോയ്ക്ക് യൂട്യൂബ് വേർഷൻ കാണാം. അതെ അതെ അതെ. അപ്പോൾ ലിഫി സൗണ്ട് FM 96.4. അതെ അതെ അതെ. അപ്പോ എല്ലാവിധ ആശംസകളും കേട്ടോ. എന്തോ? കിട്ടും. അതെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ലിജോയ്. താങ്ക് യു. ബൈ. ആ ചേട്ടനിട്ട് എന്ത് പണിയാ കൊടുത്തേ? ചേട്ടന്റെ സൗണ്ടൊക്കെ എന്റെ അമ്മോ എന്തുട്ടാ ചേട്ടാ. അത് പിന്നെ ലിജോനോട് സംസാരിക്കുമ്പോ ഞാൻ തന്നെയായിട്ടിരുന്ന് സംസാരിച്ചോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ പുള്ളിനെ ഒന്ന് ചൂട് പിടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടോണിൽ സംസാരിച്ചത്. പക്ഷെ അത് കയറി പിടിച്ചു. അതെ, അത് കയറി പിടിച്ചു. അതാണ് ഞാൻ വേഗം സംഭവം ഞാൻ പൊളിച്ചത്. അവസാനം ഇച്ചിരി കൂടെ ചൂടായി ലിജോ അങ്ങനെ ചൂടാവുന്നല്ല, പക്ഷെ പുള്ളിയുടെ കൺട്രോൾ വിട്ട് തുടങ്ങിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. അപ്പൊ നമുക്ക് ഇവരുടെ ലവ് സോങ്, അപ്പൊ നമുക്ക് അഞ്ജുനെ വിളിക്കണം. ലിജോനെ വിളിച്ചു, നമുക്ക് അഞ്ജുനെ വിളിക്കണം. അതിക്ക് മുമ്പ് ഇവിടെ ലവ് സോങ് പറഞ്ഞിട്ട് തിരിച്ചു വരാം. பூக்களே சற்று ஓய்வெடுங்கள், அவள் வந்து விட்டாள்.
விடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் ஹே ஐ என்றால் அது அழகு என்றால் அந்த ஐகளின் ஐ அவள் தானா ஹே ஐ என்றால் அது கடவுள் என்றால் அந்த கடவுளின் துகள் அவள் தானா ஐயோ என திகைக்கும் ஐ என வியக்கும் ஐகளுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள் அவள் வந்து விட்டாள் பூக்களே சற்று ஓய்வெடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் இந்த உலகில் உன்னை வெல்ல ஒருவன் இல்லை உந்தன் அசைவுகள் யாவிலும் வெளி அழக கடந்து உன் இதயம் நுழைந்து என்னையும் போல நுழைந்திடுமை இவன் பயத்தை அணைக்க அவள் இவனை அணைக்க அவள் செய்கையில் பெய்வது அவள் விழியின் கனிவில் எந்த உலகம் பணியும் சிறு நோய்கள வையமில்லை என் கைகள் கோர்த்திட விரலை இனி தைத்து நீ வைத்திட நம் நிழலை அவள் இதழ்களை நுகர்ந்து விட பாதை நடுக தவம் புரியும் பூக்களே சற்று ஓய்வெடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் ஹே ஐ என்றால் அது அழகு என்றால் அந்த ஐகளின் ஐ அவள் தானா ஹே ஐ என்றால் அது கடவுள் என்றால் அந்த கடவுளின் துகள் அவள் தானா ஐயோ என திகைக்கும் ஐ என வியக்கும் ஐகளுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள் அவள் வந்து விட்டாள் கண்டவள் யார் என்று என காண செய்தாள் கேளாமல் நெஞ்சை கொய்தவள் சிற்பம் செய்து கையில் தந்தாள் யுகம் யுகம் முகம் இது போதும் புகலிடம் என்று உந்தன் நெஞ்சம் மட்டும் போதும் மறு உயிர் தந்தாள் நிமிர்ந்திடச் செய்தாள் நகர்ந்திடும் பாதை எங்கும் வாசம் வீச வந்தாளே பூக்களே சற்று ஓய்வெடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் ஹே ஐ என்றால் அது அழகு என்றால் அந்த ஐகளின் ஐ அவள் தானா ஹே ஐ என்றால் அது தலைவன் என்றால் அந்த ஐகளின் ஐ அவன் நீயா ஐயோ என திகைக்கும் ஐ என வியக்கும் ஐகளுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள் அவள் வந்து விட்டாள் பூக்களே சற்று ஓய்வெடுங்கள் அவள் வந்து விட்டாள் அவள் வந்து விட்டாள் ഹലോ അഞ്ജു, ഇത് പ്രിൻസ് ജോസഫ് അങ്കമാലിയാണ്. FM റേഡിയോ എന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ അഞ്ജു പറഞ്ഞ ജോലി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിജോനെ വിളിച്ച് അടിപൊളിയായിരുന്നു. എനിക്ക് അടി കിട്ടാഞ്ഞത് വായിക്കുന്നത് കരുതിയാൽ മതി. ലിജോ ഒന്ന് ചൂടായി വന്നായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴേക്കും കയറിയ സംഭവം ഞാൻ പറഞ്ഞു, ലിജോ ഇവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ പെട്ടെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പിന്നെ സംശയം വന്നത് അഞ്ചു ഏതെങ്കിലും രീതിയിലുള്ള ക്ലൂ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഇടയ്ക്കൊരു സംശയം വന്നു. രഞ്ജിനി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിനി രാജനെ അറിയില്ലേ? രഞ്ജിനിയെ കൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചത്. അതെ. അപ്പോൾ എനിക്ക് അതിനിടയ്ക്കൊരു സംശയം വന്നു. രഞ്ജിനിയായിട്ട് സംസാരിക്കുമ്പോൾ അഞ്ചു എന്തെങ്കിലും ക്ലൂ കൊടുത്തായിരുന്നു എന്ന് എനിക്കൊരു സംശയം വന്നായിരുന്നു. പക്ഷേ ഞാൻ ഡിജോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഇല്ല, അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി പറയണോന്നിങ്ങനെ ആലോചിച്ചു. വേണ്ട, എന്താണെന്നൊന്നും അറിയാലോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റോസാണ് കൂടെയുള്ളത്. അപ്പോൾ റോസിനോട് ഈ കാര്യം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റോസിന് നിങ്ങളുടെ സ്റ്റോറി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഭയങ്കര താല്പര്യം. ഇതിപ്പോൾ വാലന്റൈൻസ് ഡേ ആണല്ലോ. ഇപ്പോൾ ഇന്നലെ വാലന്റൈൻസ് ഡേ ആയിരുന്നു. ഇപ്പം ഫെബ്രുവരി 15th ഇപ്പോൾ ഓൺ എയർ. അപ്പോൾ നിങ്ങളുടെ ആ സ്നേഹം തുടങ്ങി ഈ കല്യാണത്തിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള സ്റ്റോറി ഒന്ന് കേട്ടാ കൊള്ളായിരുന്നു. അഞ്ചു ഞാൻ റോസിന് കൊടുക്കാം. ഹായ് ചേച്ചി. ഹായ് റോസ്, ഹൗ ആർ യു? ഗുഡ്, ഹൗ ആർ യു? I'm good. ചേച്ചി എങ്ങനെയായിരുന്നു നിങ്ങളുടെ, ഞാൻ കേട്ടു ചേച്ചിയുടെ കല്യാണം, നിങ്ങളുടെ കല്യാണം 1 മാസം മുമ്പായിരുന്നു എന്ന്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ കല്യാണത്തിലേക്ക് എത്തിയത്? കല്യാണത്തിലേക്ക് എത്താൻ കുറച്ച് എന്താ പറയാ, ഭയങ്കര കല്ലും മുള്ളും നിറഞ്ഞ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര എഫേർട്ട് ഒന്നും എടുക്കേണ്ടി വന്നില്ല. എന്താ പറയാ, 5 years മുമ്പാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ആക്ച്വലി ഞങ്ങൾ കോളേജിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ത്രൂ ഇമെയിൽസ് അക്കൗണ്ടിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നത്. അഞ്ച് കയറി പോകുന്നു അല്ലേ? അഞ്ചു നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് തിരിച്ചു പോകുന്നു അല്ലേ? ഞാൻ പറയേണ്ട ആക്ച്വലി ഞാൻ പോകുന്നത് എന്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു. അപ്പൊ ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്കത്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ന്യൂസ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ എന്റെ ബർത്ത്ഡേ ആയിരുന്നില്ല, അപ്പൊ അവർ വിചാരിച്ച് ബർത്ത്ഡേയുടെ ട്രീറ്റ് ആയിട്ടായിരിക്കും അവൾ എന്തെങ്കിലും പറയാൻ പോകണമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ആ സമയത്താണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്യണത് എല്ലാവരുടെ അടുത്തും, ഞാനിങ്ങനെ പോവാണെന്ന്. അപ്പോഴാണ് എന്താ പറയാ, എന്റെ അടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. അത്ര കാര്യക്ക് ടൈം ഉണ്ടല്ലോ എന്ന രീതിയിൽ എടുത്തിരുന്നത്. പിന്നെ അവനെന്താ പെട്ടെന്ന് ടെൻഷനായി, ലൈക്ക് കൈ വിട്ട് പോവാണോന്നൊക്കെ. അന്ന് ഭയങ്കര കോമഡി ആയിരുന്നു. ഫ്ലൈറ്റിക്ക് ഞാൻ പോവാണ്, എയർപോർട്ടിലേക്ക് പോവാ. ആ ടൈമിൽ എന്നെ വിളിക്കണത് ആക്ച്വലി എന്റെ അമ്മയാണ്. എന്റെ അമ്മ വിളിച്ചത്, മോളെ എനിക്ക് അറിയില്ല എന്താ പറയേണ്ടത്, ഇവിടെ ഭയങ്കര കരച്ചിലും ബഹളവും ഭയങ്കര സീനാണെന്ന്. ഞാൻ എന്താ റിപ്ലൈ കൊടുക്കാനാ നേരത്ത്? ഞാൻ എന്നിട്ട് ഇരുന്ന് ചിരിക്കുക. ഞാൻ പറഞ്ഞ് ആന്റി എനിക്കറിയില്ല എന്താ സംഭവം, ഞാനിപ്പോഴാ അറിയുന്നത്, അറിയണ്ടെന്ന് പറയും, ഞാൻ വിളിക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു. അത് ഞാൻ പിന്നെ അയർലൻഡിൽ പോയി എന്റെ ഒരു കോണ്ടാക്ട് ഇല്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നില്ല, ഫോൺ ചെയ്യണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പം എനിക്ക് എന്റെ ഒരു എന്താ പറയാ, ഒരു ടെൻഷനുള്ള. അപ്പൊ എന്റെ ഒരു ഫാമിലിക്ക് പറഞ്ഞു, എനിക്ക് മെസ്സേജ് ഒക്കെ വന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്റെ ഫോണിൽ മെസ്സേജ് ഞാൻ ഫോണോടെ കൊടുത്തിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പൊ പറഞ്ഞു ആ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നിട്ട്, അത് ഇനി വെള്ളം ചെയ്യുന്നു, വെറുതെ അതിനെ കളിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ടൈം വേണം, എനിക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്യണം, എനിക്കൊരു ഡിസിഷൻ എടുത്തിട്ട് പറയാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഫാമിലി കൂടെ നോക്കണം. എനിക്കൊരു അനിയത്തിയാണ്. ഞാൻ അത്രയും എനിക്ക് ഫുൾ പ്ലാൻ, ഞാൻ എന്റെ ഒരു നേച്ചർ എനിക്ക് പ്ലാൻ ചെയ്ത് എന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈനിലാണ് മൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു എനിക്ക് മനസ്സിലാവണുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നീ എന്റെ ടൈം എടുത്തോ. ഞാൻ ഒട്ടും പുഷ് ചെയ്യില്ല ഒന്നിലോട്ടേക്കും. അതിലൊക്കെ ഭയങ്കര ഡീസന്റ് ആയിരുന്നു. ഒരിക്കൽ പോലും എന്റെ അടുത്ത് പിന്നീട് ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രഷറൈസ് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ ജനറലുള്ള ഇവിടത്തെ വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനെ കോളേജ് ലൈഫിലൊക്കെ നമുക്ക് നാട്ടിലെ എന്താ പറയുക, നാട്ടിലെ കോളേജ് ലൈഫിന്റെ ഒരു ഫ്രീക്വൻസി ഇവിടുത്തെ കോളേജ് ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അല്ല, പ്രഷറൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. കാരണം ഞങ്ങൾക്ക് രഞ്ജിനി 2000 euro രഞ്ജിനിയുടെ കയ്യിൽ നിന്ന് അഞ്ചു കടം വാങ്ങിച്ചിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിച്ചതാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തരാമെന്നാണ് പറഞ്ഞത്. കല്യാണത്തിന് വിളിച്ചില്ല, അതൊന്നും പറഞ്ഞില്ല. അല്ല, ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്ന് ചൂടാക്കി കൊണ്ടപ്പോഴും ലിജോയി ഒരു പരിധി വരെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എടുത്ത വഴിക്ക് പറഞ്ഞതായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും സോർട്ട് കോഡും തന്നാൽ മതി,
ഞാൻ ആ കാശ് അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നാണ് ഡയറക്റ്റ് ആൾ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നല്ലൊരു ഹസ്ബൻഡിന് കിട്ടിയതിന് ദൈവത്തിൻ്റെ നന്ദി പറയുക. പിന്നെ എങ്ങനെയായിരുന്നു ഈ കല്യാണത്തിലേക്ക് പെട്ടെന്ന് എത്തിയത്? എങ്ങനെയായിരുന്നു? ആക്ച്വലി പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് പപ്പ എന്റെ അടുത്ത് ചോദിച്ചു, കോളേജ് കഴിയാൻ നേരമായപ്പോഴേക്കും പപ്പ എന്റെ അടുത്ത് ചോദിച്ചു. പപ്പ എന്റെ അടുത്ത് ഇത്ര ചോദിച്ചുള്ളൂ, എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പപ്പ, ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾ രണ്ടുപേരും എന്റെയും പപ്പ ചെറിയൊരു ഹിൻഡ്രൻസ് ഉള്ള പോലെ ഫീൽ ചെയ്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങൾക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഇഷ്യൂ നിൽക്കണോണ്ട്. ഇഷ്യൂ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് രണ്ടുപേർക്കും അറിയാം, സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പപ്പ ഞാൻ സീരിയസ് ആണ്, ഞാൻ കുറെ ആലോചിച്ചു, കുറെ അനലൈസ് ചെയ്തു, ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു. പിന്നെ പപ്പയ്ക്ക് ഇതിനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ ഞാനൊരു ഫൈനൽ ഡിസിഷൻ എടുത്തു എന്ന് ഞാൻ പപ്പയുടെ അടുത്ത് നിർബന്ധമായിട്ട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇതാ പ്രിഫർ ചെയ്യണേ, എനിക്ക് പപ്പയും കൂടെ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഞാൻ കോളേജ് ഫൈനൽ ഇയർ ആണ്. അപ്പൊ നീ കോഴ്സ് കഴി, അത് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, തിരിച്ചു പോരേന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു പോരാന്ന് വെച്ചു. പിന്നെ ജോലി കിട്ടി, അവിടെ തന്നെ നിന്നു. അപ്പൊ ജോലി കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു ഇതെന്നാണോ ഡിസിഷൻ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ പപ്പയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മമ്മീന്റെ പ്രഷറും കൂടെ വന്നു. പപ്പ പറഞ്ഞു, പപ്പ ഒരു ഓപ്ഷൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തോന്നിയത് പോലെ നിനക്ക് പോവാം, ഞാൻ പറയണത് കേൾക്കണം എന്നില്ല, നിന്റെ ഇഷ്ടത്തിന് നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ പപ്പയുടെ മോളായി പപ്പ കുട്ടാന്ന് വിളിക്കുക, പപ്പയുടെ കുട്ടനായിട്ട് ജീവിക്കാന്നുണ്ടെങ്കിൽ നിനക്ക് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പപ്പയുടെ കുട്ടനായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം വന്നു, അത് തെറ്റായ ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നാതെ എനിക്ക് അതിന് പിന്മാറാൻ പറ്റില്ല, അതാണ് എന്റെ സിറ്റുവേഷൻ, പപ്പ എന്നെ കൂടെ മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അഞ്ജു ഈ കല്യാണത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കല്യാണം എവിടെ വെച്ചിട്ടായിരുന്നു? കല്യാണം ആക്ച്വലി എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, എന്താന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ചിലെ കോംപ്ലിക്കേഷൻസിന് മാത്രമാണ് പള്ളിയിൽ വെച്ച് നടക്കാതിരുന്നത്. കാരണം വിജയ് വന്നത് 1 week ബിഫോർ ആണ്. അപ്പം ഞാൻ അതിനു മുമ്പേ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു റോമൻ കാത്തലിക്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്, മാരേജ് ബൈ എന്തോ സംതിങ്, എനിക്കറിയില്ല, എന്തോ ഒരു വലിയ വേർഡാണ്. അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഐദർ എനി ഓഫ് ദ പാർട്ടി ക്രിസ്ത്യൻ ആണെങ്കിൽ മറ്റേ ആള് കൺവേർട്ടഡ് ആവാതെ തന്നെ അവരുടെ വിശ്വാസം മാറിക്ക് തന്നെ കല്യാണം പള്ളിയിൽ വെച്ച് നടക്കാം. ബട്ട് നെക്സ്റ്റ് ജനറേഷനെ കുട്ടികളെ ക്രിസ്ത്യനായിട്ട് വളർത്തണമെന്ന് നമ്മള് ത്രൂ വേർഡ്സ് പ്രോമിസ് ചെയ്യണം. അതായത് നമ്മൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പള്ളിയിലെ ബിഷപ്പിന്റെ അടുത്ത്. അപ്പം പുറത്തേക്ക് ഇപ്പൊ അയർലൻഡിൽ ഞാൻ അന്വേഷിച്ചപ്പോ പ്രൊസീജിയർ ഒക്കെ വളരെ സിമ്പിൾ ആണ്, രണ്ടുപേരുടെ വന്നിട്ട് ബിഷപ്പിനെ കണ്ടാൽ മതി. പക്ഷെ നാട്ടിലെ പ്രൊസീജിയർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മള് ആദ്യം പള്ളിയിൽ നിന്ന് ലെറ്റർ കൊണ്ടുപോയി അവിടെ കൊടുത്ത്, അവിടെ ബിഷപ്പിന് കൊടുത്ത്, ബിഷപ്പ് ലെറ്റർ ഇങ്ങോട്ട്, അങ്ങനെ ഒരുപാട് മൂലമാലകളുണ്ട്. 1 week സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെന്ന് വെച്ചാൽ 2 ഫാമിലിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ആയതുകൊണ്ടും നമ്മള് ഒരാൾ ഇഗ്നോർ ചെയ്തു എന്ന ഫീലിംഗ് ആയതുകൊണ്ടും ഞങ്ങൾ കോമൺ ആയിട്ട് ഒരു ഹാളില് അവരുടെ കുറച്ച് കസ്റ്റംസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാ ക്രിസ്ത്യൻസിന്റെ എല്ലാ പ്രയേഴ്സും എല്ലാരും ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അന്വേഷണം, അവിടെ ചെന്നിട്ടുള്ള ഒരു എന്താ പറയാ ജസ്റ്റ് പ്രാർത്ഥിക്കും, ജസ്റ്റ് ബുക്ക് നോക്കിയുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ചെയ്യുള്ളൂ, അല്ലാതെ വേറെ ഒരുപാട് സമയം നീന്തൊന്നുമില്ല. ബൈബിൾ വായിക്കുക, പിന്നെ ആ ഒരു നമ്മൾ ഒരു ഓത്ത് എടുക്കണമെന്നുണ്ടായിരുന്നു ബൈബിള്, അതും ഞങ്ങൾ ചെയ്തു. പിന്നെ അതിനുശേഷം മമ്മി എന്റെ ഒരു കസിൻ നമ്മുടെ ഈ പാപ്പിന്റെ കിട്ടിയൊരു കുരിശുണ്ടായിരുന്നു, അപ്പൊ അത് ജസ്റ്റ് ബ്ലസ്സിങ് പോലെ ചെയ്തു. അവരതുപോലെ തന്നെ ജനറൽ ആയിട്ട് മാളെ കല്യാണം താലി കെട്ടി ജസ്റ്റ് മാല അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഭയങ്കര സിമ്പിൾ ഫംഗ്ഷൻ ആയിരുന്നു മോർണിംഗ് ഞങ്ങൾ ചെയ്തത്, ഒരു ഫാമിലി മാത്രം. പിന്നെ ഡയറക്ട്ലി വിജയന്റെ വീട്ടിൽ കയറി, പിന്നെ ഈവനിങ് റിസപ്ഷൻ വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ആശംസകൾ, എല്ലാ വിവാഹ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഇനിയാണ് അങ്ങോട്ട് ജീവിതം, നിങ്ങളുടെ ജീവിതം ഓൾറെഡി തുടങ്ങി. അപ്പോൾ ഇനി ജീവിതത്തിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വെക്കുകയാണ്. അപ്പോൾ ലിജോയുടെ അന്വേഷണം പറഞ്ഞേരെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഒരുപാട് സന്തോഷം വിളിച്ചതില്. അവിടെ പോകുന്നതിന് ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കോൾ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അഞ്ജു. താങ്ക് യു. ബൈ.
അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ വീണ്ടും അടുത്ത മാസം കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നമസ്കാരം.